ഞാനാണെങ്കിൽ 2-3 ദിവസമായിട്ട് വിചാരിക്കുകയാണ് സോയിൽ ക്ലേ ഉണ്ടാക്കാമെന്ന്. മണ്ണൊക്കെ കിളച്ചെടുത്തിട്ട് കിളയ്ക്കാൻ ഇവിടെ സ്ഥലമില്ലെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ തോണ്ടി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അത് നിർത്താതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ഇപ്പോഴാണെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അത് നല്ല ശക്തമായ കാറ്റോടുകൂടി. കാറ്റും മഴയൊക്കെ ആയിട്ട് ഇപ്പോൾ കറണ്ടും ഇല്ല വീട്ടിൽ. ഇതൊക്കെ ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരുടെയും വലിയൊരു ഡ്രീമായിരിക്കും സ്വന്തമായിട്ട് വീട് വയ്ക്കുക എന്നുള്ളത്. എൻ്റെ ഒരു വലിയ ഡ്രീമാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും എന്നെക്കൊണ്ട് വീടൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. വീട് പോയിട്ടൊരു പറമ്പ് പോലും വാങ്ങാൻ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ അതൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. ക്ലേ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു കുഞ്ഞു വീടുണ്ടാക്കി നോക്കാമെന്നുള്ളത്. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച വീടല്ല ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ വന്നത്. എന്നാലും എനിക്കിഷ്ടമായി ഒരു കുഞ്ഞു വീട്. അതായത് എനിക്ക് നാട്ടിൻ പ്രദേശത്ത് കുഞ്ഞു വീട് വയ്ക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ പണിയായുധമൊക്കെ എടുത്ത് ഇറങ്ങി. ഫസ്റ്റ് തന്നെ തറ കെട്ടിയാലല്ലേ ബാക്കി കെട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് കളർ ക്ലേ ഒക്കെ എടുത്ത് തറയൊക്കെ കെട്ടി കൊടുത്തു. എൻ്റെ കയ്യിലുള്ള ക്ലേ ആണെങ്കിൽ വളരെ കുറച്ചാണുള്ളത്. ഓരോരോ കളേഴ്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കട്ടിയും കാര്യങ്ങളൊക്കെ ഈ വീടിനുള്ളൂ. അതായത് ഒരു വലിയ കാറ്റടിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് പറന്നു പോകും. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു സന്തോഷം. അതായത് വലിയ വീട് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, കുഞ്ഞു വീടെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് പറയാമല്ലോ. അടുത്തതായിട്ട് ഭിത്തിയൊക്കെ സെറ്റ് ചെയ്തെടുക്കാമെന്നും പറഞ്ഞിട്ട് ഒരു കളറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിനുരുട്ടി പരത്തി അതിനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, കട്ടിയുണ്ടെങ്കിലേ വീട് മര്യാദയ്ക്ക് നിൽക്കത്തുള്ളൂ. ഇവിടെ വെച്ചാണ് എനിക്കത് മനസ്സിലായത്. ഒട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ 4 സൈഡിലും ഭിത്തിയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഓട് കൊടുക്കാം. അതായത് ഓട് വീടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഓട് വീടിൻ്റെ ഓടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ഈ വീടിന് ആ ഓട് ചേരില്ല. അങ്ങനെ ആ ഓടൊക്കെ കൂടെ ഞാൻ പറിച്ച് പൊളിച്ചെടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് മിനുക്ക് പണിയൊക്കെ ചെയ്തിട്ട് ഞാനത് ഒരു ഓല വീടാക്കി അങ്ങ് മാറ്റി. അങ്ങനെ വീടൊക്കെ സെറ്റാക്കി എടുത്തു. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ പുക ഒന്ന് പുറത്തേക്ക് പോകണമല്ലോ. അങ്ങനെ ഒരു ചെറിയ പുകക്കുഴലൊക്കെ സെറ്റാക്കി കൊടുത്തു. പിന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സ്റ്റെപ്പും ഒരു ഡോറൊക്കെ വെച്ച് കൊടുത്തു. ശുദ്ധവായു അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു ജനൽ പോലും ഞാൻ വെച്ച് കൊടുത്തില്ല. വയസ്സായി വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓരോന്നിങ്ങനെ മറന്നു പോവുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചൊരു വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വിളിച്ചപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. പഴയ വീടിൻ്റെ തറയിൽ നമ്മൾക്ക് ബ്ലാക്ക് കളറൊക്കെ അടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു വൈറ്റ് കാണാൻ പറ്റും, ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ക്ലേ ഒക്കെ എടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത പണിയിലോട്ട് കടന്നു. വഴി ഉണ്ടാക്കുക. വഴി പ്രശ്നം വളരെ രൂക്ഷമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് നമുക്കൊരു വഴി ഉണ്ടാക്കിയെടുക്കണം. വഴിയുടെ 2 സൈഡിലാണെങ്കിൽ നിറച്ച് പുല്ലങ്ങ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു മോഹം വന്നു, ഒരു കുളം ഉണ്ടാക്കിയെടുക്കണമെന്ന്. അങ്ങനെ കുളമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു മോഹം, അതിൽ വേണം കുറച്ച് ഇലകൾ, അതിനോടൊപ്പം കുറച്ച് ആമ്പൽ മുട്ടുകൾ. അങ്ങനെ അതും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ വീട് റെഡിയായി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സ് വെറുതെ ഇരുന്നില്ല. എന്തെങ്കിലും ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൊടുങ്കാറ്റ് മുന്നേ നമ്മളെ വീട് നമ്മൾ തന്നെ അങ്ങ് പൊളിച്ച് കളയും. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ നിന്നില്ല. അതെടുത്ത് സൈഡിലോട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. കുറച്ച് ക്ലേ ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കല്ലേ.